ഹായ് ഫ്രണ്ട്സ്, പ്രിയ സെൻസറി വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ നമ്മുടെ BB380 നമ്മൾ അനന്തചേട്ടൻ്റെ അടുത്ത് പോയി മേടിച്ചുകൊണ്ട് വന്ന BB380 കോഴിക്കുഞ്ഞുങ്ങളാണ്. ഇവരെ 3.5 മാസം പ്രായമായപ്പോഴേ ഞാനിവിടെ കൊണ്ടുവന്നേ. ഇപ്പം അരമാസം കൂടെ 4 മാസം ആയിട്ടുണ്ട് ഇവരുടെ വളർച്ച. ഇപ്പം നമ്മൾ 1-ാം തീയതി ആയിരുന്നു പോയി കൊണ്ടുവന്നത്. അത് വെച്ച് നോക്കുമ്പം 20 ദിവസം കൂടെ ആയില്ലേ ഇന്ന്. അപ്പോൾ 20 ദിവസത്തെ വളർച്ചയും കൂടി ഇവർക്ക് ആയിട്ടുണ്ട്. കുഴപ്പമില്ല, ഇവർ നല്ല ഉഷാറായിട്ട് പോകുന്നു. അതായത് ഇവർക്ക് കൊടുക്കേണ്ട തീറ്റയുടെ കണക്ക് വെച്ച് തന്നെയാണ് കറക്റ്റ്. ഒരാളൊന്നൊക്കെ 80 ഗ്രാം തീറ്റ എന്നാണ് എനിക്കന്ന് പറഞ്ഞു തന്നെ. അത് വെച്ച് കറക്റ്റ് ആ കണക്ക് വെച്ചിട്ടാണ് ഞാൻ ഇവർക്ക് കൊടുക്കാൻ തുടങ്ങിയത്. അതിൻ്റേതായുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇവർ തീറ്റ നന്നായിട്ട് എടുക്കും, എല്ലാം ചെയ്യും. എനിക്ക് തീറ്റയൊന്നും വലിയ ഇത് വരുന്നില്ല. ഇത് കണ്ടോ, അവരുടെ ആടയും പൂവും ഒക്കെ ഇറങ്ങി തുടങ്ങി. അപ്പോൾ ഈ കോഴിക്കുഞ്ഞുങ്ങൾ എന്നുള്ള ലെവൽ വിട്ട് കണ്ടോ, അതുകൊണ്ട് ഇത് കണ്ടോ, ആട പൂവും ഒക്കെ ഇറങ്ങി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇവർ മുട്ടയിടും. ഒരു എന്തായാലും 1 മാസത്തിനുള്ളിൽ ഇവർ മുട്ടയിടും എന്നെനിക്ക് ഉറപ്പ് വരുന്നു. അവരുടെ സൗണ്ട് മാറുന്നു. അതുപോലെ തന്നെ ഇവർ നന്നായിട്ട് പൂടകൾ പൊഴിക്കുന്നു. അതായത് കുഞ്ഞു പൂടകൾ പൊഴിച്ച് ഒത്തിരി പൂടയെന്ന് വെച്ചാൽ ഒത്തിരി പൂട പൊഴിച്ച് കളയുന്നുണ്ട്. പൂട പൊഴിച്ച് കളഞ്ഞ് പുതിയ പൂട വരുന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർക്ക് വളർച്ച നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഞാൻ അവർ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുന്നു. ഇപ്പം ഇതിനോടിടയ്ക്ക് അതായത് ഗ്രോവർ 2 ചാക്ക് അതേണ്ട ഈ തീറ്റയാണ് ഞാൻ ഇവർക്ക് കൊടുക്കുന്നത്. ഇത് കണ്ടോ, ഈ തീറ്റയാണ് ഇവർക്ക് കൊടുക്കുന്നത്, ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഗ്രോവർ എന്ന് പറയുന്നൊരു ഇതായിട്ടുള്ള തീറ്റയാണ്. അപ്പം അത് 2 ചാക്ക് എടുക്കേണ്ട വന്നിട്ടുണ്ട്. അതായത് ഒരെണ്ണത്തിന് 630 രൂപ വെച്ച് 2 ചാക്ക്. അപ്പം ഞാൻ കണക്കും കാര്യങ്ങളും ഒക്കെ എഴുതിയിടുന്നുണ്ട്. എല്ലാവരും പറയുന്നത് BB3 വളർത്തിയാൽ നഷ്ടമാണെന്ന്. അപ്പം ഞാനൊരു 20 കോഴിയെ വെച്ച് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇതിനകത്തിലെ നഷ്ടവും ലാഭവും ഉറപ്പായിട്ടും ഞാൻ നിങ്ങളോടും പറയും. കാരണം എന്നാന്ന് ചോദിച്ചാൽ, എന്നെപ്പോലെ ഒരു സാധാരണക്കാരി വളർത്തിയിട്ട് നഷ്ടമാണെങ്കിൽ അതിലേക്ക് ഞാൻ ഒരിക്കലും അവരെ പ്രോത്സാഹിപ്പിക്കത്തില്ല. കാരണം നമുക്കിതിൽ നിന്ന് എന്താണ് പ്രയോജനം, അല്ലെങ്കിൽ ലാഭമാണോ നഷ്ടമാണോ, അത് ഉറപ്പായിട്ട് ആ ലാഭനഷ്ടക്കണക്ക് എൻ്റെ വീഡിയോയ്ക്കുള്ളിൽ ഉണ്ടായിരിക്കും. ഇവർ 20 പേരും ഉഷാറായിട്ട് നിൽക്കുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവർക്ക് ഞാൻ ഇടയ്ക്ക് ചെയ്യുന്നത് വെള്ളം, അതായത് ശുദ്ധമായ വെള്ളമാണ് കൊടുക്കുന്നത്. വേറെ ഒന്നും, അതായത് പാത്രങ്ങൾ എന്നും ക്ലീൻ ചെയ്തതിന് ശേഷമേ ഞാൻ ഇവർക്ക് വെള്ളം കൊടുക്കത്തുള്ളൂ. തീറ്റ അതുപോലെ തന്നെ ഇവരെ ശ്രദ്ധിക്കും. തീറ്റയ്ക്കകത്ത് എന്തുവന്ന ഫംഗസോ ഒന്നും ഉള്ള തീറ്റകളോ കാര്യങ്ങളോ കൊടുക്കത്തില്ല. പുറത്തുനിന്നുള്ള അരി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ ഇവർക്ക് കൊടുക്കുന്നില്ല. പിന്നെ ഇവർക്ക് തീറ്റയിൽ ഞാൻ ഇന്നലെയൊക്കെ ഇത്തിരി ആഡ് ചെയ്തു കുറച്ച് ഇലവർഗ്ഗങ്ങൾ. നമ്മൾ തീറ്റ തന്നെ കൊടുത്തുകൊണ്ടിരുന്ന മുതലാകുമോ എന്ന് എനിക്കൊരു ടെൻഷൻ വന്നപ്പോൾ ഞാൻ കുറച്ച് ഇലവർഗ്ഗങ്ങൾ, ഇലയില്ലേ നമ്മുടെ ചീരയില, ഇവിടെ ഒത്തിരി ചീരയില ഉണ്ടായിരുന്നു, അത് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഇത്തിരി തീറ്റ പിടിക്കാമെന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷെ അത് ഇവരുടെ വളർച്ചയെ ബാധിക്കുമോ എന്ന് എനിക്കൊരു പേടിയുണ്ട്. ഇവരുടെ തീറ്റ മാത്രമേ കൊടുക്കാമെന്നാണ് പറയുന്നത്. പക്ഷെ എല്ലാവരും പറയുന്നുണ്ട്, പല വീഡിയോകൾക്കകത്ത് ഞാൻ കാണുന്നുണ്ട്, ഇതിനെ പ്രോപ്പറായിട്ട് വളർത്തുന്നവരൊക്കെ പറയുന്നുണ്ട് ഇലവർഗ്ഗം കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, അവർക്ക് കൊടുക്കുന്ന അതേ ക്വാണ്ടിറ്റി തീറ്റയുടെ ഒപ്പം കുറച്ച് ഇലവർഗ്ഗം കൂടെ ചെല്ലുവാണെങ്കിൽ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഇലവർഗ്ഗങ്ങളൂടെ ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇവർ 20 പേരുണ്ട് കേട്ടോ. നമ്മുടെ മക്കൾ 20 പേര്. ഇവരുടെ കഥകളൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. കണ്ടോ, എല്ലാവരും നല്ല ഉഷാറായിട്ട് നിൽക്കുന്നു, ഒരു കുഴപ്പവുമില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇവരുടെ തീറ്റയ്ക്കകത്ത് ഫംഗസ് ഒന്നും ഉണ്ടാവരുത്. അതുപോലെ തന്നെ വെള്ളം, കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം അത് നീറ്റായിരിക്കണം. പിന്നെ കോഴിക്കാഷ്ടം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കോഴിക്കാഷ്ടത്തിനകത്ത് എന്തെന്ന് അമോണിയ അതെന്തോ ഇങ്ങനെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അത് ഒരുപാട് കൂടിൻ്റെ അടിയിൽ ഇങ്ങനെ കെട്ടിക്കിടന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് കോഴികൾക്ക് അതിൻ്റെ ഇതടിച്ചിട്ട് അസുഖങ്ങളുണ്ടാകും. അങ്ങനെയൊന്നും അസുഖങ്ങൾ ഉണ്ടാകാതെ കുറച്ചൊക്കെ ശ്രദ്ധിക്കുക. ഇത് കണ്ടോ, ഞാൻ കോഴിക്കൂടിൻ്റെ അടി കണ്ടുവിട്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് പോയതിന് ശേഷമുള്ള, ഞാനിവിടെ കുറച്ച് സിമെൻറ്റ് ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അന്നുള്ള കോഴിക്കാഷ്ടം ഞാനത് വാരി ഒരു കളയുമല്ല ചെയ്യുന്നത്, നിങ്ങളെ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇത് കണ്ടോ, വാരി ഇതുപോലെ ഒരു ബോക്സിനകത്താക്കി ഇവിടെ വെച്ചേക്കാം. ഇതുണ്ടോ, ഇത് ചാക്കി കെട്ടി വെള്ള കൃഷിക്കാർക്കൊക്കെ നമുക്ക് വളത്തിന് കൊടുക്കാം. അതൊക്കെ കൊടുത്താലും നമുക്ക് കുറച്ച് തീറ്റ മേടിക്കാനുള്ള പൈസ കിട്ടുമല്ലോ. നമ്മൾ ചിലപ്പോൾ ഒത്തിരി പൈസ ഒന്നും കിട്ടത്തില്ലായിരിക്കും. ഒരു ചാക്ക് തീറ്റ എടുക്കാനുള്ള പൈസ കിട്ടിയില്ലെങ്കിലും കുറച്ച് കിട്ടിയാലും ഒരു കോഴിക്കുള്ള ഒരു ദിവസത്തിനുള്ള തീറ്റയ്ക്കുള്ള പൈസ കിട്ടിയാലും ആട്ടുന്നേ. അവരുടെ വേസ്റ്റിൽ നിന്ന് തന്നെ നമ്മളതങ്ങനെ ആക്കി എടുക്കുന്നതല്ലേ നല്ല കാര്യം. അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പം നമ്മുടെ BB380 കോഴികളുടെ വിശേഷങ്ങൾ അത് പറഞ്ഞുകൊണ്ട് ഇതുണ്ട്. ഇവിടെ എല്ലാം ഇവരുടെ രോമം ഇങ്ങനെ പൊഴിച്ചിട്ടിരിക്കുക. ഇവരുടെ രോമം ഒത്തിരി പൊഴിയുന്നു.
അങ്ങനെ ഇവർ മുട്ടയിടാനുള്ള തയ്യാറെടുപ്പാണ്. എന്തായാലും ഇപ്പോൾ 4 മാസം, അതായത് 3.5 മാസം ആയപ്പോൾ നമ്മൾ കൊണ്ടുവന്നു. ഇപ്പോൾ 4 മാസം ആയിട്ടുണ്ട്. നല്ല രീതിയിൽ തീറ്റയൊക്കെ കൊടുത്ത് അവർ നല്ല വളർച്ച, പൂർണ്ണമായ വളർച്ച എന്ന രീതിയിൽ പോവുകയാണെങ്കിൽ അനന്ത് ചേട്ടൻ പറഞ്ഞത് 5 മാസം ആകുമ്പോഴത്തേന് മുട്ടയിടും. 4.5 മാസം ആകുമ്പോൾ മുട്ടയിടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരെ മുട്ടയിടിപ്പിച്ചെടുക്കണം. ഇവരിൽ നിന്ന് നമ്മൾ ലാഭം കണ്ടെത്തണം. എന്നിട്ട് വേണം നിങ്ങളെ കൂടെ ഒക്കെ അറിയിക്കാൻ. കറക്റ്റ് തീറ്റയാണ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നതെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ ഇവരുടെ തീറ്റ അവർ ഫിനിഷ് ചെയ്തിരിക്കും. കൊടുത്ത് 1 മണിക്കൂറിനുള്ളിൽ അവരവരുടെ തീറ്റ ഫിനിഷ് ചെയ്യും കേട്ടോ. അതാണ് ശരി, കറക്റ്റ് മെത്തേഡ്. ഒരാളൊന്നക്ക് ഞാൻ അളന്നായിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരാളൊന്നക്ക് അവരുടെ തീറ്റ കറക്റ്റ് അളവിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരത് 1 മണിക്കൂറിനുള്ളിൽ ഫിനിഷ് ചെയ്തിരിക്കും. 1 മണിക്കൂറിനുള്ളിൽ ഫിനിഷ് ചെയ്തതിന് ശേഷം ഇവർ കൊത്തുണ്ടാക്കുകയോ വഴക്കുണ്ടാക്കുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ. സ്വസ്ഥമായിട്ട് അടങ്ങിയിരുന്നോളൂ. അല്ലെങ്കിൽ അടങ്ങി അവിടെ കൂട്ടിനകത്ത് ബഹളമോ കാര്യങ്ങളോ ഒന്നുമില്ല. സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും അത് തീറ്റ പ്രോപ്പറായിട്ട് കിട്ടാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തും അടിയൊക്കെ ഉണ്ടാക്കി കൊത്തി മുറിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇവർക്ക് കറക്റ്റായിട്ട് നമ്മൾ ആ തീറ്റ കൊടുക്കുന്നതുകൊണ്ടും ആ കറക്റ്റ് സമയം ഞാൻ ഫോളോ ചെയ്യുന്നത് കൊണ്ടും ഇവർ നല്ല ആക്റ്റീവായിട്ടാണ് ഇരിക്കുന്നത്. ഒരു കുഴപ്പവും ഇല്ല. നല്ല ഇതായിട്ട് ഇപ്പോൾ വെള്ളം തീർന്നിട്ടിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ചൂട് സമയമല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവർക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ. ഇങ്ങനെ ഉണക്കി നിന്നിട്ട് അത് കാണുമ്പോൾ നമുക്ക് പാവം തോന്നും കേട്ടോ. വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ പാത്രത്തിലല്ലല്ലോ വെക്കുന്നുണ്ട്, ഇതുപോലുള്ള ചെറിയ പാത്രത്തിൽ. ഇപ്പോൾ വെള്ളം തീർന്ന് വെള്ളത്തിന് വഴക്കുണ്ടാക്കിക്കൊണ്ട് നിൽക്കും. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇവരുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത ഇനി ഇവർ മുട്ടയിട്ടതിന് ശേഷം ഇവരുടെ ഒരു വിശേഷം കാണിക്കാമല്ലേ. എന്നത്തേന് മുട്ടയിടും. മുട്ടയിട്ട് തുടങ്ങി ഇവരുടെ കന്നി മുട്ട വരുന്നതിൻ്റെ അന്ന് നമുക്ക് അടുത്ത വീഡിയോ ഇവരുടെ കാണാം. അപ്പോൾ ഇവരുടെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു ചെറിയ കൂട്ടിൽ, അതായത് 25 കോഴിയെ വളർത്താൻ പറ്റുന്ന ഒരു കൂട്ടിനകത്ത് ഞാനൊരു 20 കോഴിയെ മേടിച്ചിട്ട്, കാരണം അന്ന് പോയപ്പോൾ എൻ്റെ കയ്യിൽ അത്രയും പൈസ എടുക്കാനുള്ളായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ എന്തിനാ കള്ളം പറയുന്നത്, വലിയ ഡെമ്പ് പറയല്ലേ. അതുകൊണ്ട് ഞാൻ സത്യസന്ധമായിട്ട് പറയാം, എനിക്ക് അന്ന് പോയപ്പോൾ 25 കോഴി എടുക്കണം എന്ന പ്ലാനിലൊക്കെയാണ് പോയത്. പക്ഷെ അത്രയും എമൗണ്ട് എൻ്റെ കയ്യിലില്ലായിരുന്നു. അതുകൊണ്ട് ഇതൊക്കെ എൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് ഞാൻ ആക്കിയെടുക്കുന്ന കേട്ടോ. ഒരു പക്ഷേ അനുവേട്ടനോട് ചോദിച്ചിരുന്ന അനുവേട്ടൻ തരും. പക്ഷേ അതിലെനിക്ക് താല്പര്യമില്ല. എൻ്റെ കുഞ്ഞു കുഞ്ഞു വരുമാനങ്ങളിൽ നിന്ന് മാറ്റി വെച്ച് ഞാൻ കണ്ടെത്തുന്ന ഇതുകൊണ്ട് ചെയ്യുന്നതാണ്. അനുവേട്ടനോട് ചോദിച്ചാലോ അമ്മയോടോ ചോദിച്ചാലോ 100% എനിക്ക് തരും. 25 എണ്ണത്തിനെ മേടിക്കണം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പൈസ വേണമെന്ന് പറഞ്ഞാൽ അവർ 100% എനിക്ക് തരും. പക്ഷെ ഞാനത് ചെയ്തില്ല. കാരണം വേണ്ട, എൻ്റെ വരുമാനത്തിൽ നിന്ന് ഞാൻ നീക്കി വെച്ചിരുന്ന പൈസയിൽ നിന്ന് ഞാനൊന്ന് മേടിച്ചെടുത്ത് അത് സക്സസ് ആകുമ്പോഴല്ലേ അതിനൊരു നമുക്ക് സന്തോഷം തോന്നുന്നേ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളെപ്പോലെയുള്ള ഓരോ സാധാരണക്കാരായ വീട്ടമ്മമാർക്കും ചെറിയ ചെറിയ വരുമാനങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നത് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ മക്കളെയൊക്കെ കണ്ടല്ലോ എല്ലാവരും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ മക്കളെ പറ്റിയുള്ള വിശേഷങ്ങൾ, നിങ്ങൾക്കറിയാവുന്ന വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ഞാൻ ഇനിയും തൊട്ട് നമ്മുടെ ഫേസ്ബുക്കിലൂടെ ഇതേ വീഡിയോ ഇടുന്നുണ്ട്. ഈ വീഡിയോ നമ്മുടെ ഫേസ്ബുക്കിലും ഷെയർ ചെയ്യും. അവിടെ കൂടെയൊക്കെ ഒന്ന് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അവിടെയാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും, പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ